Good morning, students. അടുത്ത വരുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതിനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മൈക്കൽ ഫാരഡേ തന്നെയാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിഫൈൻഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആണുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. ഇമാജിനറി കോൺസെപ്റ്റ്. So it is defined as an imaginary line or a curve. Electric lines of force can be defined as an imaginary line or a curve along which a unit positive charge would move. Along which a unit positive charge would move if it is free to do so. Unit positive charge would move if it is free to do so. അങ്ങനെയാണ് പറയുന്നത്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വിഷ്വലൈസേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ് given by Michael Faraday, and it is defined as an imaginary line or a curve along which a unit positive charge would move if it is free to do so. അതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ പാത്ത്, അതാണ് ഫീൽഡ് ലൈൻസ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, 4-5 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു വെക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ്, എ ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ്. And ends in negative charge. പറയാനൊന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഒരു ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. അതാണ് ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ് ചാർജ്. രണ്ടാമത്തത്, ഒരു കർവോ അല്ലെങ്കിൽ ഒരു ലൈനോ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കർവാണ് ശരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കർവിൽ ഈ ലൈൻ ഓഫ് ഫോഴ്സിലുള്ള ഒരു പോയിന്റാണ് ഇവിടെ പി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ, ഇപ്പോൾ ഈ പാത്തിലാണ് ഈ ചാർജ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലുള്ളൊരു പോയിന്റാണ് ഈ പി എന്ന് മാർക്ക് ചെയ്തത്. പി എന്ന പോയിന്റിൽ
ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡയറക്ഷനിൽ ഈ പോയിന്റ് എന്നൊരു ടാൻജൻറ്റ് വരും. ദാറ്റ് ഈസ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ the tangent gives, or the tangent at any point, the tangent at any point on the line of force gives the direction of electric field at that point. Tangent gives the direction of electric field, the direction of electric field at that point. And property. ഇനി അടുത്ത പ്രോപ്പർട്ടി ലൈൻ ഓഫ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ഇതൊരു ലൈൻ ഓഫ് ഫോഴ്സ്, മറ്റൊരു ലൈൻ ഓഫ് ഫോഴ്സ് ആണ്. ഈ രണ്ട് ലൈൻ ഓഫ് ഫോഴ്സ് ഇവിടെ ഇന്റർസെക്ട് ചെയ്തിരിക്കുകയാണ്. ഈ പോയിന്റിൽ വെച്ചിട്ട് ഇന്റർസെക്ട് ചെയ്തിരിക്കുകയാണ്. ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ പറഞ്ഞു, ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് സെയിം പോയിന്റ്, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും ഇവിടെ. ഇനി ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാലോ, ഈ കേർവിന് നമ്മൾ ടാൻജന്റ് വരികയാണെങ്കിൽ ഇതാണ് ഡയറക്ഷൻ. അതേസമയം ഈ കേർവിനാണ് നമ്മൾ ടാൻജന്റ് വരയുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് ഡയറക്ഷൻ. അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻസ് വന്നു, വിച്ച് ഈസ് ഇമ്പോസിബിൾ. So, two lines of force will never intersect. അടുത്ത പ്രോപ്പർട്ടി അതാണ്. Two lines of force will never intersect. Intersect ചെയ്താലുള്ള പ്രശ്നം എന്താണ്? If they intersect, we can draw two tangents at the point of intersection. We can draw two tangents at the point of intersection. That is, there will be two directions for the electric field. There will be two directions for the electric field at the same point, which is not possible. മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഫോർത്ത് പ്രോപ്പർട്ടി, the number of lines of force passing normally through an area is directly proportional to strength of the electric field. Number of lines of force passing normally through an area. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ്, ഒരു ഏരിയയിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പാസ് ചെയ്യാണ് വിചാരിച്ചോ. ഇതിലൂടെ പാസ് ചെയ്യുന്ന നമ്പറിനനുസരിച്ച്, അതായത് കുറച്ച് നമ്പർ ഓഫ് ലൈൻസ് ആണെങ്കിൽ, if number of lines is less, the electric field is small. അതല്ല, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതാണ് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്, കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിട്ടിട്ടുള്ളതാണ്. അതേസമയം ക്ലോസ് ആണ്, ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ് ആണ്.
അപ്പോൾ ഏതിനായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുക? ഏത് ഫീൽഡ്? ഇതിനായിരിക്കും സ്ട്രെങ്ത് കൂടുക. ഈ ലൈൻസ് ക്ലോസ് ആകുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ദാറ്റ് ഈസ് ദ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഗീവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ് ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ സ്ട്രെങ്ത് കൂടും. റിലേറ്റീവ് ക്ലോസ്നെസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു strength of the field. അതേപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ളൊരു യൂണിഫോം ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പാരലൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഫീൽഡ് ഈസ് യൂണിഫോം. അതായത് ഇവിടെ ഏത് പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പിന്നെ അതേപോലെ തന്നെ ഡയറക്ഷനും സെയിം ആണ് യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ. യൂണിഫോം ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നർത്ഥം. അതേപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സ്റ്റാറ്റിക് ചാർജ് will never form closed loops. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. അതേസമയം മാഗ്നറ്റിക് ഫീൽഡ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റാറ്റിക് ചാർജ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഫീൽഡ് ലൈൻസ് വിൽ നോട്ട് പാസ് ത്രൂ എ കണ്ടക്ടർ. നോ field lines will pass through a conductor. കണ്ടക്ടറിൻ്റെ പ്രത്യേകതയാണ് കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ അകത്തുകൂടെ എന്തുണ്ടാവില്ല? ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യൂല. അതായത് വ്യതിചലിച്ചു പോവുകയാണ് ചെയ്യും, പുറമേ കൂടെ പാസ് ചെയ്യുകയാണ് ചെയ്യും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. നോ ഫീൽഡ് ലൈൻസ് വിൽ പാസ് ത്രൂ എ കണ്ടക്ടർ. ഇത്രയൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ഒരു 4 എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാം മനസ്സിലാക്കി വെക്കുകയും വേണം. ഒന്നുകൂടി പറയുകയാണെങ്കിൽ എ ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ് ചാർജ്. രണ്ടാമത്തെ പോയിന്റ്, ദ ടാൻജന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. മൂന്നാമത്തെ പറയുകയാണെങ്കിൽ ടു ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്റ്റ്. നാലാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ the number of lines of force is directly proportional to strength of the field. അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ the relative closeness of the lines of force gives the strength of electric field. Relative closeness of
lines of force also proportional to strength. Then electric field due to a static charge never forms closed loops. And the property, no field lines will pass through a conductor. ഇത്രയാണ് important properties of electric lines of force.